ഹലോ ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു ബാങ്കിങ് മാസ്റ്റർ. SBA ക്ലർക്ക് പ്രിലിംസിൻ്റെ റിസൾട്ട് എന്നാണെന്ന് ചോദിച്ച് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ SBA ക്ലർക്കിൻ്റെ മെയിൻസ് എക്സാം എന്ന് പറയുന്നത് November 15 to 16, ചിലപ്പോൾ 2 ദിവസം എക്സാം ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ദിവസം ആയിരിക്കില്ല എന്ന് തോന്നുന്നു. ക്ലർക്കിൻ്റെ എക്സാം അല്ലേ, സോ 2 ദിവസം കൂടുതൽ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും ക്ലർക്ക് ലെവലിൽ. അപ്പോൾ എന്തായാലും ഒരു 2 ദിവസം എക്സാം ഉണ്ടാവാം. 15ഉം 16ഉം ആണ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് അവരുടെ കലണ്ടർ പ്രകാരം. അപ്പോൾ സാധാരണ കഴിഞ്ഞ വർഷത്തെ എക്സാംസിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഈ വർഷം തന്നെ 2025 ഏപ്രിലായിരുന്നല്ലോ SBA ക്ലർക്കിന്റെ മെയിൻസ് നടന്നിരുന്നത്. ഏപ്രിൽ 13, 12 അങ്ങനെ എന്തോ തീയതികളിലാണ് എക്സാം നടന്നിരുന്നത്. അപ്പോൾ അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, അതിന്റെ പ്രിലിംസ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു മാർച്ച് 28-ന്. അതായത് കറക്റ്റ് 15 ദിവസം മുമ്പൊക്കെയാണ് റിസൾട്ടുകൾ അവർ ഇടുക. രണ്ടാഴ്ച സമയമാണ്, രണ്ടാഴ്ചയാണ് അവർ കൊടുക്കുക. അപ്പോൾ ഇപ്പം November 15, 16 തീയതികളിലാണ് മെയിൻസ് പരീക്ഷ ആയതുകൊണ്ട് റിസൾട്ട്, പ്രിലിംസിൻ്റെ റിസൾട്ട് നമുക്കൊരു October 30 to November 2, നവംബർ 2-ാം തീയതിയൊക്കെ എക്സാമിൻ്റെ റിസൾട്ട് വരാം. November 1, November 2 തീയതികളിൽ, രണ്ടിനപ്പുറം പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. October 30 to November 2 എന്നുള്ള തീയതി നമുക്ക് നോക്കാവുന്നതാണ്. October 30-യും November 2-ഉം ഈ 2 തീയതികളാണ്. ഈ തീയതികൾക്കിടയിൽ എപ്പോൾ വേണമെങ്കിലും എക്സാം റിസൾട്ട് വരാം. ലാസ്റ്റ് വീക്ക് ഓഫ് ഒക്ടോബർ ആണ് നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാവരും പറയുന്നത് ലാസ്റ്റ് വീക്ക് ഓഫ് ഒക്ടോബർ ആണ്. അത് ഫസ്റ്റ് വീക്ക് ഓഫ് നവംബർ ആവാം. ലാസ്റ്റ് ടൈമിലായിരിക്കും റിസൾട്ട് വരാം. ഓക്കെ, അപ്പം റിസൾട്ട് നോക്കേണ്ട സൈറ്റാണ് ഇത്. SBA കരിയേഴ്സിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് കിട്ടുക. അതിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഓപ്പണിങ്സും റിക്രൂട്ട്മെൻറ്റ് റിസൾട്ട്സ് ഒക്കെ കാണാൻ പറ്റും. അതിൽ റിക്രൂട്ട്മെൻറ്റ് റിസൾട്ട്സിലാണ് നമ്മുടെ റിസൾട്ട് ഉണ്ടാവുക. റിക്രൂട്ട്മെൻറ്റ് റിസൾട്ട്സിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ തൽക്കാലം വന്നിട്ടുള്ളത് സർക്കിൾ ബേസ്ഡ് ഓഫീസേഴ്സിൻ്റെ ലിങ്ക് ഫോർ ഡൗൺലോഡ് ഓഫ് രജിസ്ട്രേഷൻ ഫോമിൻ്റെ ലിങ്കാണ് വന്നിട്ടുള്ളത്. അതേപോലെ കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് വെയിറ്റിംഗ് ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം. സോ നമ്മുടെ റിസൾട്ട് ഇവിടെ ഫസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ജൂനിയർ അസോസിയേറ്റ്സ് ആണ് എടുക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് CRPD ആൻഡ് ഇയർ 2025 to 26 ആണ്. ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല. റിസൾട്ട് വന്ന സമയത്ത് ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒക്ടോബർ ലാസ്റ്റ് വീക്ക് ആകുമ്പോൾ നമുക്ക് സൈറ്റിൽ കയറി നോക്കാം. ഞാൻ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക. റിസൾട്ട് വന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് തരുന്നതാണ്. അപ്പം ആ ഒരു ഡേറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. കട്ട് ഓഫും അതേപോലെ തന്നെയാണ്, വേരിയിങ് ആണ്. കറക്റ്റായിട്ട് നമുക്കൊരു പറയാൻ വേണ്ടി പറ്റില്ല. എന്നാലും 60 above അറ്റംപ്റ്റ് ഒക്കെ കൊടുത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൻസിന് പ്രിപ്പയർ ചെയ്യുക. ഒരു 64 ആണ് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 64. അപ്പോൾ ഇപ്രാവശ്യം ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും. മോഡറേറ്റ് ലെവൽ എക്സാം ആണ് നടന്നിട്ടുള്ളത്. സോ ഒരു 60 above തന്നെ, 65-ൻ്റെ ഉള്ളിൽ തന്നെ കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. OBC ഒക്കെ ആണെങ്കിൽ. ജനറൽ കൂടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ജനറലും OBCയും ഒരേ റേഞ്ച് തന്നെ ആയിരിക്കാൻ വരാമെന്ന് തോന്നുന്നു ഇപ്രാവശ്യം. ഓക്കെ, അപ്പോൾ അത് മെയിൻസിന് പ്രിപ്പയർ ചെയ്തോളുക. ബാക്കി അപ്ഡേറ്റ്സുകൾ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.